ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോ അറഫ നോമ്പ് എന്നാണ് നോക്കേണ്ടത് എന്നാണ് ചോദ്യം. ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിൽ എന്നാണ്? അന്നാണോ അതല്ല മക്കയിൽ എന്നാണ് അറഫ ദിനം, അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം. ഉത്തരം ചുരുക്കി പറഞ്ഞാലും മതി, പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത്. ളുഹർ നമ്മൾ നിസ്കരിക്കുന്നത് അമേരിക്കയുടെ സമയം നോക്കിയാണോ? ആണോ? അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണോ ളുഹർ നിസ്കരിക്കുന്നത്? നിങ്ങൾ ളുഹർ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? പാകിസ്ഥാൻ ഇപ്പൊ ളുഹറായിട്ടുണ്ട്, ഞാനിപ്പോ നിസ്കരിക്കണം. ലുഹർ ബാങ്ക് പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പര്യാപ്തമായ സമയം. നിങ്ങൾ ഇബാദത്ത് ചെയ്യണം നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ്. അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കാന്നുള്ളത് ബുദ്ധിയുള്ള ലോജിക്കായ ഒരു ദീനും നിങ്ങളോട് പറഞ്ഞു തരില്ല. കാരണം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തിയാണ് ഐൻസ്റ്റീന്റെ തിയറി തന്നെ ആപേക്ഷിക സിദ്ധാന്തമാണ്. സമയം എന്നുള്ളത് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടത്തിയത് ശാസ്ത്രീയമാണ്. ടൈം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 9 നമുക്കെന്നാണോ അന്നാണ് നമ്മുടെ നോമ്പ്, അറഫ നോമ്പ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഇസ്ലാമികമായിട്ടുള്ളൊരു മര്യാദ. നമ്മൾ എല്ലാ ലോകത്തുള്ള എല്ലായിടത്തും നമുക്കിപ്പോ ഒരേപോലെ അറഫ നോക്കാം, അല്ലെങ്കിൽ ഒരേപോലെ നോമ്പ് നോക്കാം, ഒരുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ പറയാൻ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ്. പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ മറിച്ച് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ദീൻ വന്നിട്ട് 1400 കൊല്ലമായി. മുഹമ്മദ് നബി, സഹാബത്ത്, താബിഈകൾ, തബഉ താബിഈകൾ ഇങ്ങോട്ട് ഇന്ന് നമ്മളടങ്ങുന്ന ഈ തലമുറ വരെയുള്ള ഈ 14 നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു ദുൽഹിജ്ജയിലെ പെരുന്നാളെങ്കിലും, അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ്, അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ഒറ്റ ദിവസം ആഘോഷിച്ചത് ഈ 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ മതി. നമുക്കത് ഫോളോ ചെയ്യാം. പക്ഷേ ഈ 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെയൊന്നും സംഭവിച്ചില്ല, സംഭവിക്കുകയില്ല, സംഭവിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പൊ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ടൈമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്, നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം ശ്രവണം ചെയ്തിട്ടുണ്ട്. അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരണികളുമുണ്ട്. നമുക്ക് എന്നാണോ അറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ എന്നാണോ ദുൽഹിജ്ജ പെരുന്നാളായി ആഘോഷിക്കുന്നത്, ദുൽഹിജ്ജ 10 പെരുന്നാളായി ആഘോഷിക്കുന്നത്, അന്നാണ് നമ്മുടെ ആഘോഷം, അന്നാണ് നമ്മുടെ അറഫ. നമ്മുടെ ടൈമും നമ്മുടേതായ ആ ചര്യകളും ആ നിലക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ്. അതാണ് അതിലെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായ നിലപാട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.